ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലൂടെ അവർക്കും സ്വാഗതം. CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സീസൺ 12 എത്തി നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഫൈനൽ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ സെമിഫൈനലിൽ എത്തി നിൽക്കുകയാണ്. 31-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ സെമി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം കളിക്കേണ്ടതാണ്. 6:30 സെക്കൻഡ് സെമി ഉണ്ടാവേണ്ടത്. ഫസ്റ്റ് സെമി ഉച്ചയ്ക്ക് 2 മണിക്കുമാണ്. പക്ഷേ കളി നടക്കുന്ന സ്ഥലവും എതിരാളികളും തമ്മിലുള്ള ഇതുകൊണ്ടാണ്, ചെന്നൈയും കർണാടകയും ആയതുകൊണ്ടാണ് അവരുടെ മത്സരം വൈകുന്നേരവും നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന്റെ മത്സരം ഉച്ചയ്ക്കും ആയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കളീനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ആദ്യം ഉച്ചയ്ക്ക് ആയതുകൊണ്ടാണ്, കളി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ടോസ് കിട്ടിയാൽ നമ്മൾ ബൗളിംഗ് തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ഒപ്പിച്ച് ബാറ്റ് വീശാൻ പറ്റും. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പം ആദ്യം ബാറ്റ് ചെയ്ത് നമ്മൾ 200 220 എത്ര റൺസ് എടുത്താലും നമുക്കത് മതിയായെന്ന് വരില്ല. നമ്മുടെ ബൗളർമാരെ നമുക്ക് അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഒപ്പിച്ച് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് വേണം 200 വേണമെങ്കിൽ 200 അല്ലെങ്കിൽ 220, അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ നമുക്ക് വരുത്താൻ കഴിയും. കാരണം ചെന്നൈയുമായിട്ടുള്ള കളിയിൽ നമ്മൾ 10 ഓവറിൽ 100 അടുത്ത് വന്ന് 3 വിക്കറ്റേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അന്നേരം ആഗ്രഹിച്ചു നമ്മുടെ അലക്സാണ്ടർ എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായാൽ മതി, എന്നിട്ട് വേണം ബി കാറ്റഗറി പ്ലെയറെ ഇറക്കാനെന്ന്. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു. അവർ വിക്കറ്റ് കളഞ്ഞു. ബി കാറ്റഗറി പ്ലെയർ വന്നു. മണിക്കുട്ടനും വിനീഷ് കുടിയേരിയും അനാവശ്യമായിട്ട് വിക്കറ്റ് വലിച്ചെറിഞ്ഞ്, കാരണം ബി കാറ്റഗറി പ്ലെയേഴ്സ് നല്ലപോലെ ബാറ്റ് ചെയ്യും, അവരെ ഇറക്കിയിട്ട് അവർ നമ്മളെ ഒരു 200 മുകളിൽ എത്തിക്കും എന്നൊക്കെ ഉള്ള അവരെ ധാരണ തെറ്റിച്ച് പണ്ടാരം അടക്കി കളഞ്ഞു. 17 ഓവറിൽ നമ്മൾ ഓൾ ഔട്ടായി. 20 ഓവർ ബാറ്റ് ചെയ്ത് 200 റൺസെങ്കിലും വരേണ്ട കളിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യബോധമില്ലാത്ത പോലെയാണ് നമ്മൾ ബാറ്റ് ചെയ്യുക. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ലക്ഷ്യമുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഒപ്പിച്ച് നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകും. ഈ ശരിക്കും പറഞ്ഞാൽ കേരള സ്ട്രൈക്കേഴ്സിന്റെ കളി 6:30 ആയിരുന്നെങ്കിൽ എൻ്റെ തീരുമാനം ഇതായിരിക്കില്ല. നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവും. മഞ്ഞുവീഴ്ച ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾ പിച്ച് ചെയ്തിട്ട് സിങ് ചെയ്യും. അതുപോലെ ബാറ്റിലോട്ട് എത്താൻ താമസിക്കും, ടൈമിങ് നഷ്ടപ്പെടും, ബോളിങ്ങിന് അനുകൂലമായി പിച്ചു മാറും രാത്രിയിൽ. അപ്പം രണ്ടാമത്തെ സെമിയിൽ 6:30 കളിയിൽ ഏത് ടീമാണോ ആദ്യം ബാറ്റ് ചെയ്യുന്നത് അവർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സെമിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ 2 മണിക്കത്തെ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ അല്ല, രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരാണ് 90% വിജയിക്കാനുള്ള സാധ്യത. അപ്പം കേരള സ്ട്രൈക്കേഴ്സ് ടോസ് കിട്ടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ വലിയ ഒരു ആഗ്രഹം. പിന്നെ ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. കാരണം പിന്നെ എ കാറ്റഗറി പ്ലെയേഴ്സ് ചിലപ്പം നമ്മുടെ സിജു വിൽസനൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബി കാറ്റഗറി പ്ലെയേഴ്സ് സമ്മർദ്ദത്തിന് പകരം നമ്മൾ എങ്ങനെയാണെങ്കിലും അഖിൽ മാരാരെയോ അല്ലെങ്കിൽ ശരിക്കും ആരെങ്കിലും ഇറക്കണം ബൗളിങ്ങിൽ ഒക്കെ. പിന്നെ ഞാനൊരു എ കാറ്റഗറി ബി കാറ്റഗറി പ്ലെയേഴ്സിന്റെയും CCL നിയമത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കാര്യം, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ, ഞാൻ ഇതേ വീഡിയോ ആദ്യം ചെയ്തപ്പം ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 10 മിനിറ്റ് ഉള്ളതുകൊണ്ടാണ് അത് പറയാനും വിട്ടുപോയി. അപ്പോൾ അതെന്നെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ, അവൻ്റെ പേര് ഞാൻ നോക്കാൻ പറ്റില്ല, ഫ്രണ്ട് തന്നെ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പം അവൻ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് പറയാണ്. കാരണം നമ്മുടെ ബൗൾ ചെയ്യുമ്പം ബി കാറ്റഗറി പ്ലെയേഴ്സ് ബൗൾ ചെയ്യുമ്പോൾ ഒരെൻഡിൽ എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ബോൾ ചെയ്യണം, മറ്റേ എൻഡിൽ ബി കാറ്റഗറി പ്ലെയേഴ്സ് ബോൾ ചെയ്യണം. അങ്ങനെയാണ്. കാരണം ബി കാറ്റഗറി പ്ലെയേഴ്സിന് 2 എൻഡിലും ഒരു ഓവർ കഴിഞ്ഞ് അടുത്ത ഓവർ ബി കാറ്റഗറി പ്ലെയേഴ്സിന് എറിയാൻ പറ്റില്ല. ഒരാൾ ബി ആണെങ്കിൽ അടുത്ത എ പിന്നെ ബി, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയത്. അപ്പോൾ ക്ഷമിക്കുക, അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 31-ാം തീയതി 2 മണിയുടെ കളി നമ്മൾ ബംഗാൾ ടൈഗേഴ്സിനെ തോപ്പിച്ച് നമ്മൾ ഫൈനലിലെത്തും, കപ്പടിക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം നമ്മൾ ആദ്യത്തെ കളി ബംഗാളിനോട് തോറ്റു, അത് ശരി തന്നെയാണ്. പക്ഷേങ്കിൽ 13 റൺസിനാണ് നമ്മൾ തോറ്റത്. നമ്മളുടെ കുറെ പോരായ്മകളുണ്ട്, അതൊക്കെ പരിഹരിച്ച് നമ്മൾ 31-ാം തീയതി നമ്മളുടെ ആ സെമിയിൽ നമ്മൾ അവരെ തറ ഭരിച്ചിരിക്കും. കാരണം നമ്മുടെ എല്ലാ ബാറ്റ്സ്മാൻമാരും ബൗളർമാരും നല്ല ഫോമിലായിരിക്കും, ഫീൽഡിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ജയിച്ച കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കാര്യമുള്ളൂ. ഈ കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞാൽ ഈ കപ്പ് കേരള സ്ട്രൈക്കേഴ്സിന് തന്നെ സെമി നമ്മൾ തൂക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് കളി കാണാം. കളി കാണുന്നവരെ അടുത്ത എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വരുന്നവരെ ബൈ.